മഹാശക്തിയായിട്ടുള്ള അയ്യപ്പനും പിന്നെ മഹാദേവതയായിട്ടുള്ള മറ്റേ മാളികപ്പുറത്തമ്മ തൊട്ടപ്പുറത്തുമായിട്ട് പുള്ളിയുടെ പുറകിലായിരിക്കുന്നത്. പുള്ളി കണ്ട പ്രശ്നം. എന്തൊക്കെ വിചിത്രമായ ദൈവങ്ങളാ നമ്മുടെ. മാളികപ്പുറത്തമ്മ ഇടത് സൈഡിൽ പുറകിലായിരിക്കുന്നത്, ഈ പുള്ളി ഫ്രണ്ടിലേക്ക് നോക്കിയായിരിക്കും. കണ്ടുപോയാൽ അന്നേരം പുള്ളിയുടെ നൈഷ്ഠിക ബ്രഹ്മചര്യം തകർന്നു പോവുകയും പുള്ളി അക്ഷരാർത്ഥത്തിൽ ഒരു ബലാത്സംഗ വീരനായി മാറുകയും ചെയ്യുന്നതാണ് ഈ പറയണ കാര്യം. നമസ്തേ ഗൈസ്. എങ്ങനെയാണ് നമ്മൾ ഈ മനുഷ്യനോട് പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മൾ ഈ മനുഷ്യനെ വിമർശിക്കേണ്ടത്? സണ്ണി, നിങ്ങൾ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിരീശ്വരവാദമാണോ? ഒരു മതവിഭാഗം വളരെ പവിത്രമായിട്ട് ആചരിച്ചു പോകുന്നൊരു ആചാരത്തെ ഇത്തരം വില കുറഞ്ഞ അശ്ലീല പരാമർശം നടത്തി അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ നിരീശ്വരവാദം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതാണോ നിങ്ങളുടെ ധാരണ? ദേഷ്യമൊന്നുമില്ല, നിങ്ങളുടെ അടുത്ത് സഹതാപം മാത്രമേ ഉള്ളൂ. സഹതാപം. കാരണം എന്താ അറിയോ, നിങ്ങളെ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശമെങ്കിലും ഒക്കെ തരായിരുന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ മറ്റൊരു അവയവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ കടന്നു വരുന്നത്. ദേഷ്യമൊന്നുമില്ല, സഹതാപം മാത്രം.